സൂറത്തുൽ മുൽക്കില് 18-ാമത്തെ ആയത്തായിട്ടേക്കിത് വലഖദ് കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം വകൈഫ കാന നകീർ. അതാണ് ഇന്നാലെ വിശദീകരിച്ചത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ വലിയ ശിക്ഷ അള്ളാഹു തരും. അത് ഇതിനെക്കാട്ടി മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ താക്കീത്, അള്ളാഹുവിന്റെ ശിക്ഷ ആ കളവാക്കിയ വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ആ മുന്നേ ഉള്ള കടന്നുപോയ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾക്ക് അവർ ധിക്കരിച്ച് നടന്നപ്പോൾ അള്ളാഹു ഏത് ശിക്ഷയാണ് കൊടുത്തത് എന്ന് ഇന്നലെ പറഞ്ഞു. ഇനിയും ഒരു സംഭവം കൂടി പറയുമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകളാണ് സമൂദ് ഗോത്രക്കാർ. അവരെക്കാട്ടി മുമ്പ് ആദ് ഗോത്രത്തെ അള്ളാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് സമൂദ് ഗോത്രക്കാരാണ്. ആ സമൂദ് ഗോത്രക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സയ്യിദുന സ്വാലിഹ് നബി അലൈഹിസ്സലാം. പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന സമൂദ ഇജ്തമഉ യൗമൻ, സമൂദ് ഗോത്രക്കാർ, ആ സമൂഹം ഒരു നാള് അങ്ങെല്ലാവരും ഒട്ടായാർ. അവരെ ബിംബങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി, അവരെ ബുദ്ധികൾക്ക് ആരാധിക്കാൻ വേണ്ടി അങ്ങനെ ഒട്ടായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാർ. ഫജാഅഹും റസൂലുള്ളാഹി സ്വാലിഹ് അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം അയാളുടെ കുടുംബത്തെ അവരെ ആ സമൂഹത്തിൽപ്പെട്ട ആളാണ്, അവരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം അങ്ങനെ മുട്ടബന്ത് ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അഥവാ ഇസ്ലാമിലേക്ക്, ഈമാനിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം വിളിച്ചു. അങ്ങോട്ട് വാല് ചുമത്തു, വിഷയം ചുമത്തു. നിങ്ങൾ ബിംബങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ ബഹുദൈവ ആരാധികളാകാൻ പാടില്ല, ഏകനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നീ അതിനിക്കുള്ള ഖുറാവ് എന്തുണ്ടു, തെളിവ് എന്തുണ്ടു, നീ നബിയാണ് എന്നതിനുള്ള തെളിവെന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് വേണ്ടതെന്ന് സ്വാലിഹ് നബി ഇസ്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കാണുന്ന പാതക്കലുടെ വലിയ ഗുഡായിട്ടിക്ക്. ഞാനവിടെ പോയിരുന്നാണ്, ചെന്നപ്പെട്ട പേര് സൗദിയിൽപ്പെട്ട മദാഇൻ സ്വാലിഹിൻ ചൊല്ലി. ഈ കാണ്ട ഗുഡ വെറും കരിങ്കല്ലാണ്. ആ ഗുഡ പൊട്ടിയിട്ട് ഒരു വൻറ്റ പറഞ്ഞു. വൻറ്റൻ ചെല്ലെങ്കിൽ അങ്ങനെയുള്ള സിപ്പത്തെല്ലാം ചെന്നതാണ്. ഇന്ന മോഡലുള്ള, ഇന്ന നിറത്തിലുള്ള, കളറിലുള്ള, അതേപോലെ ഗർഭിണിയായിരിക്കുന്ന വൻറ്റയാവണു. അങ്ങനത്തെ ഒരു വൻറ്റ വന്നെങ്കിൽ, വൻറ്റനെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങെന്താക്കാം, നിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കാം, നിന്നെ കൊണ്ട് വിശ്വസിക്കാം, നീ നബിയാണെന്ന് എന്താക്കാം, ഞങ്ങൾ വിശ്വസിക്കാം. അപ്പോൾ സ്വാലിഹ് നബി ഇസ്ലാം കേട്ട്, ഉറപ്പാ, ഞാൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് ഈ ഗുഡ്ഡയെന്നിട്ട് ഒരു വൻറ്റനെ കൊണ്ടുവന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പോലത്തെ വൻറ്റ, സാധാരണ വൻറ്റല്ല, നിങ്ങൾ പറഞ്ഞതുപോലത്തെ ഗർഭിണിയാകുന്ന ഒരു വൻറ്റയെ കൊണ്ടുവന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉറപ്പാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, ഉറപ്പാണ്. സ്വാലിഹ് നബി ഇസ്ലാം നിസ്കാരത്തിലേക്ക് കടന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ റബ്ബിനോട് ദുആയിരുന്നു, അല്ലാഹുവേ, എന്റെ ഈ ഖൗമും അവർ മുഅ്ജിസത്തായിട്ട് നബിയാണ് എന്ന് തെളിവായിട്ട് ഇതാ അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയ്യുജീബഉം ഇലാ മാ ത്വലബു, റബ്ബുണ്ടാക്കി അവർ തേടിയത് പോലെ, അവർ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു വൻറ്റയെ, ആ ഒരു ഒട്ടകത്തിനുണ്ടാക്കി കൊടുത്തിട്ട് എന്താക്കി ഉത്തരം ചെയ്തു, തീരുമാനിച്ചു. അള്ളാഹു ഉത്തരം ചെയ്തു. അങ്ങനെ ആ പാറയോട് പറഞ്ഞു, പാറ പൊട്ടിക്കൊണ്ടുണ്ടാക്കണം, ഒരു ഒട്ടകം പുറത്തു വരണമെന്ന്. ആ പറഞ്ഞ പോലത്തെ ഒട്ടകം, അവർ ഏതാണോ, ഏത് നിറം, ഏത് കളർ, എന്താണോ പറഞ്ഞ അതേപോലത്തെ ഒട്ടകം അവരെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തായിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് വന്നപ്പോൾ അതാ ഫആമന കസീറും മിൻഹും, അവരെ കൂട്ടത്തും ഒരു വിഭാഗം വിശ്വസിച്ചു, ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു. അതേപോലെ വലിയൊരു ഭാഗം അവർ കുഫ്രിന്റെ മേലും ലൊലാലിയത്തിന്റെ മേലും റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്നതിന്റെ മേലും അവർ അങ്ങനെ തന്നെ ബാക്കിയായി. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഇലാ സമൂദ അഖാഉം സ്വാലിഹൻ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും ഹദിഹി നാഖത്തുല്ലാഹി ലക്കും ആയതൻ
فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. ഒട്ടകം വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, റബ്ബിനെ നിങ്ങൾ വിശ്വസിക്കണം. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഓ ഖൗമേ, അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ റബ്ബിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതാ ഒട്ടകം, ആ ഒട്ടകത്തെ നിങ്ങൾ തൊട്ടുപോകരുത്, ആ ഒട്ടകത്തെ നിങ്ങൾ ആക്രമിക്കരുത്. അത് അതിൻ്റെതായ സ്വഭാവത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് മേഞ്ഞു തിന്നട്ടെ, അതിനെ ഒന്ന് ഉപദ്രാക്കൂത്തീറ, അത് കല്ലടിക്കൂത്തീറ, ഒരു ബുദ്ധുല തമസ്സുഹാ ബിസൂഇൻ, ഒരു അക്രമവും ആ ഒട്ടകത്തിൽ നിങ്ങൾ തുടകുത്തീറ. ഫയഖുദകും അദാബുൻ അലീം, അങ്ങനെ ആക്രമിച്ചാൽ, ആ ഒട്ടകത്തെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾക്ക് വലിയ അദാബ് വരും. നീണ്ട വിഷയമാണ്. അല്ലാഹു സ്വല്ലല്ലാഹു പറയുന്നത്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് സമത്തട്ടാകുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നു. അതേപോലെ വലിയ വലിയ ഗുഡ്ഡകളെ കൊരഞ്ഞിട്ടുണ്ടാക്കിയിട്ട് കണ്ടാൽ മദായിൻ സ്വാലിൽ പോയാൽ കാണാം, വലിയ വലിയ പർവ്വതത്തിൽ അവർ കൊരഞ്ഞ് ഉണ്ടാക്കി അങ്ങനെ ദൈക്കുള്ള ആ പക്ക പ്ലേസ് അതെല്ലാം അവിടെ പോയും കണ്ട് ആ അത്ഭുതങ്ങൾ ഇന്നും അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ ബാക്കി, ഒരു ഗുഡ്ഡ രണ്ട് ഗുഡല്ല, ചുറ്റുഭാഗത്തും ആയിരക്കണക്കുള്ള ഗുഡ്ഡല് ഇങ്ങുണ്ടാക്കിയാറ്. അങ്ങ് വേണ്ടുന്ന വ്യവസ്ഥകൾ ആ ഗുഡെല്ലാം കുറഞ്ഞ് ഉണ്ടാക്കിയാറ്. പക്ഷെ എന്ത് വേണം, റബ്ബിനെ അവർ ഉണ്ടാക്കില്ല, വിശ്വസിച്ചില്ല. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. പക്ഷെ അവർ എന്ത് ചെയ്തു? അഹങ്കരിച്ചു, വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവിച്ചു, പലരും പല നിലക്കും ആക്രമിച്ചു. അങ്ങനെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അതിനൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്താൽ നിങ്ങൾ എന്താവും? അള്ളാഹുവിന്റെ വലിയ അദാബുണ്ട്. എന്നിട്ടൊരു ക്ഷണമുണ്ട് അവിടെ, അതും ഒരു നാള് ആ ഒൻറ്റ തന്നെ കുടിക്കും. അന്ന് നിങ്ങൾക്ക് തന്നില്ല, മനസ്സിലാക്കുക. അന്ന് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ കുടിക്കാൻ തന്നില്ല. ഒരു ദിവസം ആ കൗമിങ്ങൾ അത് ആ തന്നെ എടുത്ത് കുടിക്കും. സ്വാലിഹ് നബി ഇസ്ലാം ആളുമാർ തന്നെ എടുത്ത് കുടിക്കും. ഒരു നാൾ അവൻറ്റ, ഒരു നാൾ ഇങ്ങ. പക്ഷെ അവിടെ വിഷയമുണ്ട്. അങ്ങ് നാളത്തും ഇന്ത്യ തന്നെ എടുത്ത് വെക്കാർ വന്നു. രണ്ടാമത് ഈ വൻറ്റ എല്ലാ ഔത്തരബാധകളിൽ പോയി ഇഷ്ടം പോലെ കുടിക്കുള്ള പാടുകൾക്ക്. ഒരു നാൾ തണ്ണി ഇല്ലെങ്കിലും അണ്ടത്തെ നാൾ എന്താക്കിട്ട് ഈ വൻറ്റ എല്ലാ ഔത്തര ബാധിക്ക പോയിട്ട് അങ്ങ് കുടിക്കുള്ള ഇഷ്ടം പോലെയുള്ള പാള്. അള്ളാഹുവിന്റെ ഇതാണത്. ഇഷ്ടം പോലെയുള്ള പാളെന്താക്കുന്നത് കൊടുക്കും. ഒരു നാള് അതിക്ക് തന്നെ കുടിക്കുള്ളത്, ഒരു നാള് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കുള്ള നാൾ അത് കുടിക്കുക വേണ്ടില്ല, അത് കുടിക്കുള്ള ആൾ നിങ്ങളും പോകും തീറാ. ഷവറ് നാളത്തേക്കുള്ള തണ്ണി ഇണ്ട് കുടിക്കുമ്പോൾ ഞങ്ങൾ എടുത്ത് വെക്കിടാറ്. അത് മാത്രമല്ല, എല്ലാ ഔത്തര ബാധലിൽ പോയിട്ട് ഇഷ്ടം പോലെ പാൽ ആ ഒട്ടകം എടുത്തു കൊടുക്കും. അങ്ങനെ എന്താക്കി? ഒരഹങ്കാരം കൂടിപ്പോയി, ഒരഹങ്കാരം ഫിത്നയും കൂടിപ്പോയി. അവർ ഒരു ദിവസം തീരുമാനിച്ചു, ഇതെന്താക്കണം, ഈ ഒട്ടകത്തെ വെറുതെ വിടാൻ പാടില്ല, ഇതെന്താക്കണം, അറുത്തു കളയണം. എന്നിട്ട് ആ വെള്ളത്തിന്റെ എല്ലാ ഓഹരിയും ഞങ്ങൾ എന്താക്കണം, എടുക്കണം. അവരെ അസദ്, അവരെ അഹങ്കാരം, അവരെ കിബിറ് അത് കൂടിപ്പോയി. അങ്ങനെ ഒരു ദിവസം അതിനെ കൊല്ലാൻ വേണ്ടി, അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലേക്ക് അറുക്കാൻ വേണ്ടി ഏറ്റെടുത്ത ആളാരാണ്? ഖദ്ദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്ന ആള്. അയാളൊരു വ്യഭിചാരത്തിൽ ഉണ്ടായ ഒരു മോനാണത്. അവനാണ് ആ ഖദ്ദാർ ഇബ്നു സാലിഫിൻ ചൊല്ലുടെ ആളായിട്ട് അതിനെ കൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തത്, അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. ചരിത്രം പറയുന്നു, ഇത് രണ്ട് പെണ്ണ് ഉള്ള സമൂഹ ഗോത്രത്തിൽപ്പെട്ട രണ്ട് പെണ്ണ്, കാഫിറത്തായ രണ്ട് പെണ്ണ്. ഒരു പെണ്ണാണെങ്കിലോ നല്ല ഭംഗി ഉള്ള, നല്ല സമ്പത്തുള്ള പെണ്ണായിട്ട് വക്കാനത്ത് തഹ്ത റജുലിൻ മൻ അസ്ലമ, മുസ്ലിമായ ഒരാളെ പെഞ്ഞായിട്ട് ഇന്നാളവളു. അപ്പോ ആ മുസ്ലിമായ ആള് സ്വാലിഹ് നബി ഇസ്ലാമിനോട് വിശ്വസിച്ചപ്പോൾ അവൾ എന്താക്കിയ ആള് ബുട്ടാളയാളെ, ആ മുസ്ലിമായ ആളെ ബുട്ടാള് വിട്ടിട്ടു. അവളെ സ്വന്തം കുഞ്ഞപുര മോനെ വിളിച്ചൊന്ന ആള്, ഇതാ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ ഒട്ടകത്തെ അറുത്താൽ എന്റെ ശരീരം നിനക്ക് ഞാൻ തരാം, എന്നെ പെഞ്ഞായിട്ട് സ്വീകരിക്കാം. കോടീശ്വരത്തെയാണ്, നല്ല ഭംഗിയുള്ള പെണ്ണാണ്. അതേപോലെ പിന്നെ ഒരു പെണ്ണ്, ഇത് അനീസാനുള്ള പെണ്ണ്, അത് വയസ്സായ ഒരു തൊണ്ടിയായ കാഫിറത്തായ പെണ്ണാണ്. അവൾക്ക് 4 പെൺമക്കളുള്ള അവൾക്ക്. അയിമേന്ദ്രിയന്തു ആ കാഫിറത്തായ ആ പെണ്ണെന്ദ്രിയന്തു, നന്റെ 4 പെൺമക്കൾ, എന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം, മങ്ങിലാക്കിയിട്ട് എടുക്കാം. അവളും ഒരാളെ വിളിച്ചാള്.
അതായത് ഖദ്ദാർ ഇബ്നു സാലിഫുൻ ചൊല്ലുടെ അവന്റെ വിളിച്ചാറ്, നീ ആ ഒട്ടകത്തെ അറുത്താൽ എന്റെ 4 പെൺമക്കൾ ആരെ വേണമെങ്കിൽ നിനക്ക് പെഞ്ഞായിട്ട് സ്വീകരിക്കാം. അങ്ങനെ ജണ്ടാൾ റെഡിയായാറ്. വേറെ ഒരു ആളെ 7 ആൾമാരെ കൂട്ടിയാറുങ്ങ. അങ്ങനെ ഒരുമ്പ് ആളായി. വക്കാനത്തിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അങ്ങനെ ഒരുമ്പ് ആളുമാർ, ആ ഒരുമ്പ് ആളുമാർ കൂടിയിട്ട് ആ ഭൂമി മുഴുവനും ഫസാദാക്കാൻ വേണ്ടി തുടങ്ങി. ഖുർആനാണ് ചൊല്ലുന്നത് വലാ യുസ്ലിഹൂൻ, അവർ മസ്ലഹത്താക്കിയതല്ല. അങ്ങനെ ഒരുമ്പ ആളും കൂടിയിട്ട് ആ ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ ഒട്ടകം ആ വെള്ളത്തെ കുടിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ അമ്പുബാണ എറിഞ്ഞിട്ട് എന്താക്കിയാറ്, അതിനെ അത് അമ്പുബാണ എറിഞ്ഞിട്ട് അത് താഴെ വീണുപോയി, ഭൂമിയിലേക്ക് വീണുപോയി. ആ സമയത്ത് എല്ലാവരും വന്നു അതിനെ അറുത്തു കളഞ്ഞു. അപ്പോഴാണ് അതിനുള്ള ചെറിയൊരു കുഞ്ഞു ഉണ്ടായിരുന്നു. അതിന്റെ അതല്ലേ ഗർഭിണിയായതല്ലേ വന്നത്, അത് പിന്നെ പ്രസവിച്ചിട്ടുണ്ട്. അതിന്റെ കുഞ്ഞി അതാ സുബ്ഹാനല്ലാഹ് ചരിത്രം പറയുന്നു, ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. ആ അറുക്കുന്ന സമയത്ത് വലിയ ഒരു ശബ്ദമുണ്ടാക്കി, അതിന്റെ കുഞ്ഞിക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് വലിയ സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ആ കുഞ്ഞ് നോക്കുമ്പോൾ ഉമ്മയെ അറുക്കുന്നുണ്ടവർ, ഉമ്മയെ കൊന്നു കളയുന്നുണ്ട്. അതാ ചരിത്രം പറയുന്നു, അന്നഹു ഖാല യാ റബ്ബി ഐന ഉമ്മി ഐന ഉമ്മി, എന്റെ ഉമ്മ എവിടെയാണ്, എന്റെ ഉമ്മ എവിടെയാണ് എന്ന് ആ ഒട്ടകത്തിന്റെ കുഞ്ഞി, ആ ഒട്ടകത്തിന്റെ കിടാവ് എവിടെ നിന്ന് ചോദിച്ചു. സുമ്മ ദഖല, പിന്നെ ആ ഒട്ടകത്തിന്റെ ആ കുഞ്ഞുണ്ടല്ലേ അത് വന്ന അതേ പാറയിലേക്ക്, അതേ ഗുട്ടയിലേക്ക് പോയി. പിന്നെ കണ്ടിട്ടില്ല. മറ്റൊരു അഭിപ്രായം അനുസരിച്ചിട്ട് ആ കുഞ്ഞിനെയും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അറുത്തു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറുത്തപ്പോൾ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിലേക്ക് വിവരം കിട്ടി, അതാ എന്റെ അക്രമികളായ എന്റെ ഖൗമ് എന്താക്കിയിട്ടുണ്ട്, ഈ ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്, ഈ ഒട്ടകത്തെ അറുത്തിട്ടുണ്ട് എന്ന്. അതാ ഫഅഖറു നാഖത വഅതു അൻ അംരി റബ്ബിഹിം വഖാലു യാ സ്വാലിഹ് ഇഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനൽ മുർസലീൻ. അർത്ഥ മാത്രമല്ല, അവർ അഹങ്കരിച്ചു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം വിളിച്ചൊന്നാറ്, നിക്ക് സാധ്യമുണ്ടെങ്കിൽ നിന്റെ റബ്ബ് വലിയ ശിക്ഷ കൊണ്ട് ഇത് അർത്ഥമെങ്കിൽ വലിയ ശിക്ഷ കൊണ്ടും ചെന്നതല്ലേ, നിക്ക് സാധ്യമുണ്ടെങ്കിൽ നിന്റെ റബ്ബ് എന്താക്കട്ടെ, ആ ശിക്ഷ കൊണ്ടുവരട്ടെ. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഅഖറൂഹ, ആ ഒട്ടകത്തെ അവർ അറുത്തു. ഫഖാല, അതാ സ്വാലിഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, തമത്തഉ ഫി ദാരികും സലാസത അയ്യാം, 3 നാൾ മാത്രം നീ എന്താക്കുവാറ്, ഈ ഭൂമിയിൽ ഇക്കുവാറ്. അദാലിക വഅദുൻ ഗൈറു മക്സൂബ്, ഇതെന്താണ്, കളവല്ല, സത്യമാണ് എന്ന് അതാ സ്വാലിഹ് നബി ഇസ്ലാം എന്താക്കിയ കൗമിനോട് പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ അങ്ങ് എപ്പോ അർത്തുറെ 14 അർത്തുറെ സ്വാലിഹ് നബി ഇസ്ലാം ചൊന്തു, ബേളാസ് ആമ്പത്തുക നിങ്ങളെ മുഖം മഞ്ഞടിക്കും, അതേപോലെ ബലിയാസരണ്ട് നിങ്ങളെ മുഖം ഫുള്ളായിട്ട് ചോപ്പടിക്കും, അതേപോലെ ചെനിയാസരണ്ട് നിങ്ങളെ മുഖം മുഴുവനും എന്താക്കും, കറുപ്പടിക്കും. കേട്ടാർ എന്താണ് ഇത് തെളിവെന്തുകൊണ്ടു ഞങ്ങൾ നശിച്ചു പോവാൻ ചെന്നിട്ടു. ഈ 3 ദിവസത്തെ ചൊന്നു കൊടുത്തിട്ടു. സുബ്ഹാനല്ലാഹ്, ചൊന്ന പോലെ ബേളാസരണ്ട് അവരെ ശരീരത്തിലുള്ള മുഖം മുഴുവനും മഞ്ഞടിച്ചു പോയി. അതേപോലെ ബലിയാസരണ്ട് അത് മുഴുവനും കറുപ്പടിച്ചു പോയി. ചെനിയാസരണ്ട് ബലിയാസരണ്ട് ആ മുഖം മുഴുവനും അതാ രക്തക്കട്ട പോലെ ചോപ്പടിച്ചു പോയി. ചെനിയാസരൻ മുസ്വദ്ദ, അവരെ മുഖം എന്തായി, കറുപ്പടിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ അസാബ് കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അതാ അള്ളാഹുവിന്റെ മേൽഭാഗത്തും അടിഭാഗത്തും വലിയ കാറ്റും മട്ടാസും അതേപോലെ ഭൂകമ്പം വന്നിട്ട് അവർ എല്ലാം ഹലാക്കായി പോയി. കല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൻ ലി സമൂദ്. അതാ സമൂദ് ഗോത്രക്കാരെ അല്ലാഹു തആല ആ നിലക്ക് എന്താക്കിപ്പോയി, അവരെ ഹലാക്കാക്കിപ്പോയി. ആ കൂട്ടത്തിൽ ഒരാൾ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരാള് അന്ന് ആ ഹലാക്കാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അയാള് പരിശുദ്ധമായ കഅബയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് അതും കൂടി നാളെ പറഞ്ഞ് ബാക്കി മറ്റന്നാളെല്ലായിട്ടും ആയത്തിനർത്ഥം ഫുള്ള് പൂർത്തിയാക്കാം. റഹ്മാനുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ വക്കൽ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂലാക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.